Hi friends, welcome once again back to Lands on Hub. So, എൻ്റെ iPad 8 ജനറേഷന് വേണ്ടി ഞാനൊരു കേസ് മേടിച്ചു. ESRൻ്റെ സ്മാർട്ട് ട്രൈഫോൾഡ് കേസാണ് മേടിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കേസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ ഓഫ് ESR ട്രൈഫോൾഡ് സ്മാർട്ട് കേസ് ഫോർ iPad 7th ജനറേഷൻ ആൻഡ് 8th ജനറേഷൻ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ESRൻ്റെ iPad 8th ജനറേഷൻ്റെ കേസ്. സോ ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1099 ആണ്, 1099. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ റോസ് ഗോൾഡ് കളറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ആസ് യു കെൻ സി, ഐപാഡും ഗോൾഡാണ്, കേസും ഗോൾഡാണ്. സോ നമുക്കിവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. Let's check out that later. And this is the case. So ഇവിടെ വളരെ പ്രീമിയം ഫിനിഷ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് സാധനങ്ങൾ, ഇൻഫോർമേഷൻ കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് വെറുതെ ഒരു ഡമ്മി സാധനം വെച്ചിട്ടുണ്ട്. ആൻഡ് ദി മോസ്റ്റ് ലവബിൾ തിങ് ഫോർ മീ ഇൻ ദിസ് കേസ് ഇസ് ദാറ്റ് ഇതിൻ്റെ ബാക്ക് ട്രാൻസ്പാരൻ്റ് ആണ്. സോ ആപ്പിൾ ലോഗോ ഇസ് കംപ്ലീറ്റ്ലി വിസിബിൾ. ഇനി നമുക്കിത് വെക്കുന്നതിന് മുൻപ് ഐപാഡ് ഒന്ന് തുടയ്ക്കാം. ഇതിൻ്റെ ബാക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്യാം. സോ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് നമുക്കിങ്ങനെ വൈപ്പ് ചെയ്തു. ഇനി നമ്മൾ കേസ് ഓപ്പൺ ചെയ്തിട്ട് ഐപാഡ് ഇതിലേക്ക് വയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്ലൈഡ് ഓവർ ചെയ്താൽ മതി. ദിസ് ഇസ് പ്രിറ്റി സ്ട്രോങ് ആൻഡ് that's it. See guys, back നല്ല അടിപൊളിയായിട്ട് ആപ്പിൾ ലോഗോയും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദി മോസ്റ്റ് ലവബിൾ തിങ് ഇസ് ദാറ്റ് സ്മാർട്ട് വേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത്രയും നാളെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ഗാലക്സി ടാബ് 10.1 ഇഞ്ചാണ്. അതിന് ഞാൻ ഇട്ടിരിക്കുന്നത് റോബസ്ട്രിയുടെ ഒരു സ്മാർട്ട് ട്രൈഫോൾഡ് കേസാണ്. ബട്ട് ആ പർട്ടിക്കുലർ ടാബ്ലറ്റ് ഈ ഒരു സ്മാർട്ട് വേക്ക് ഫീച്ചർ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് ഇതിൻ്റെ മുകളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സാംസങ്ങിൽ ഓണാവുള്ളൂ. സോ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ വെൽക്കമിങ് ടു ദ ഡിസൈൻ. ബാക്ക് ട്രാൻസ്പാരൻ്റ് ആവണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ എന്ത് ആപ്പിൾ പ്രോഡക്റ്റ് എടുത്താലും ഐ വോണ്ട് ഷോ ഓഫ് ദി ആപ്പിൾ ലോഗോ. സത്യം പറയാലോ, എനിക്ക് ആപ്പിൾ ലോഗോ കാണിച്ചേ പറ്റൂ. സോ ട്രാൻസ്പാരൻറ്റ് കേസ് നോക്കി, റോബസ്റ്റ് കൊണ്ട് ഉണ്ടായിരുന്നു. ബട്ട് അതൊരു റബ്ബറി ഫീൽ ആയിരുന്നു. ബട്ട് ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. സോ നിങ്ങളിത് യെല്ലോ കളർ ആവുമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ഓൾറെഡി റോസസ് ടൈപ്പ് ഗോൾഡ് കളറാണ്. സോ ഈ ഒരു സെയിം സാധനത്തിൻ്റെ കളർ നമ്മുടെ ഐപാഡ്സ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളറിലും അവൈലബിൾ ആണ് വിത്ത് ട്രാൻസ്പാരൻറ്റ് ബാക്ക്. അതായത് സ്പേസ് ഗ്രേ ബാക്ക് ഉള്ളതുണ്ട്. ബട്ട് അത് കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻ്റ് അല്ല, ഒരു സ്മോക്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വിസിബിൾ. സോ ഇത് ഗോൾഡാണ്. ആൻഡ് ഇതേപോലെ സിൽവർ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൂ കളറും കൂടി അവർ പിടിച്ചിട്ടുണ്ട്. സോ ഈ കളർ കോമ്പിനേഷൻസാണ് ഈ ഒരു കേസിനുള്ളത്. ESRൻ്റെ ട്രൈഫോൾഡ് സ്മാർട്ട് കേസ് അവൈലബിൾ ആണ് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അധികം ആൾക്കാർ മേടിച്ചിട്ടില്ല. സോ ആമസോണിൽ നിന്ന് മേടിക്കുകയാണ് നല്ലത്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ബാക്ക് ഹാർഡ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊട്ടുമെന്നോ അങ്ങനെ നിങ്ങൾ യാതൊരു കാര്യം ആലോചിച്ചിട്ടും വെറി ചെയ്യേണ്ട. വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് മൈക്രോഫോൺസിനായാലും സ്പീക്കേഴ്സിനായാലും എക്സാക്റ്റ് ഹോൾസും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഫിറ്റാണ് എല്ലായിടത്തും. ഒരു വോബ്ലിങ്ങോ അല്ലാതെ ഈ ഐപാഡ് ഇങ്ങനെ അനക്കുമ്പോൾ ഒരു ലൂസാവുന്ന ഫീലോ ഒരു വിധത്തിലുള്ള കാര്യവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും പറയുന്നു, സാംസങ് ഉപയോഗിച്ചിട്ടിപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മാർട്ട് വേക്ക് ആയിരുന്നു. അതുണ്ടായിരുന്നില്ല. സോ ഇതിൽ സ്മാർട്ട് വേക്ക് ഉണ്ട്. സീ ഗൈസ്, ഞാൻ കേസ് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഡിസ്പ്ലേ ഓൺ ആവും. ഇത് മാത്രമല്ല, വേറെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ലോക്കും ഉണ്ട്. സീ ഗൈസ്, കേസ് വെക്കുമ്പോൾ സ്ക്രീൻ തന്നെ ലോക്ക് ആവും. ആൻഡ് വി വിൽ ബി ഏബിൾ ടു ഹിയർ ദി ലോക്ക് സൗണ്ട്. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം സാംസങ്ങിനൊന്നും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതിൽ ലോക്കും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ സീ ഗൈസ്, ഈ ഒരു കേസ് നമ്മൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ക്രീൻ ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. ആൻഡ് അത് വളരെ നല്ലൊരു സംഭവമാണ്. സോ ഇത് നമുക്കിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇത് വേറെ രീതിയിൽ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ്സൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് സീ ഗൈസ് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡൊക്കെ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാനുള്ളൊരു രീതിയിൽ നമുക്കിത് വെക്കാം. സോ ഓവറോൾ നല്ലൊരു കേസാണ്. ആൻഡ് വളരെ വില കുറവും കൂടിയാണ്. 1099 റുപ്പീസ് ഉള്ളൂ. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൈസ് ടാഗ് തന്നെയാണ് ഈ ഒരു കേസിന് കൊടുത്തിരിക്കുന്നത്. ESR എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ സി ഗൈസ്, ലോക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ട് സി ഗൈസ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. സോറി ഫോർ ദിസ് വീഡിയോ. ഞാൻ ഈ ഒരു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ iPad 8th ജനറേഷനിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് യു ക്യാൻ സി. സോ ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ ഞാനത് അവിടെ വെച്ചതിന് ശേഷം
ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. സോ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ക്ലാസ്സിൽ ജസ്റ്റ് ഓഡിയോ ആയിരുന്നു. സോ ഞാൻ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് കേസ് അടച്ചു വെച്ചതിന് ശേഷം സൂം കോളിൻ്റെ ഓഡിയോ കട്ടായി. സോ ഞാൻ എന്താണെന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ ഞാൻ പിന്നെയും സ്ക്രീൻ ഓൺ ആക്കി മീറ്റിങ്ങിൽ പിന്നെ എന്ത് ചെയ്താലും ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ഓഡിയോ അല്ല, ഒരു ഓഡിയോ ഇല്ല. അവിടെ നിങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പറ്റില്ല, ഇവിടെ അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്തു, ഒന്നും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം ആസ് യു ക്യാൻ സീ ഗൈസ് ഞാനിവിടെ ഐമൂവിൽ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒന്നും കൂടി നമ്മൾ മീറ്റിങ്ങിൽ സൂമിൽ പിന്നെ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഓഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഞാൻ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാണെങ്കിൽ ഞാനിപ്പോൾ സൂമിലൊരു മീറ്റിങ്ങിലാണെന്ന് വിചാരിക്കൂ. ഞാൻ മീറ്റിങ്ങിൽ കയറിയതിന് ശേഷം ഇവിടെ ഒരു മീറ്റിങ്ങിലാണ്. ആൻഡ് ദെൻ ഞാൻ ജസ്റ്റ് ഹോം സ്ക്രീനിലേക്ക് പോയി സ്ക്രീൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ഹിയർ ദി ഓഡിയോ കമ്മിങ് ഫ്രം ദി സ്പീക്കേഴ്സ്. ഇയർപോഡ്സ് വെച്ചാലും ഇയർപോഡ്സ് വെച്ചില്ലെങ്കിലും എനിക്കെല്ലാം കേൾക്കാം. ദാറ്റ്സ് ഓൾ പെർഫെക്റ്റ്. പക്ഷേ നമ്മൾ എന്ത് സാധനം വെച്ചിട്ടാണെങ്കിൽ സ്ക്രീൻ ഓൺ ആക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടായാലും ഈ കേസ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഓഡിയോ കട്ടാവും. പിന്നെ തുറന്നാലും ഒരു കാര്യമില്ല. ആൻഡ് എന്ത് ചെയ്താലും നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റില്ല. വി ഹാവ് ടു ലീവ് ആൻഡ് ദെൻ റിജോയിൻ ബാക്ക്. സോ ഐ തിങ്ക് ദാറ്റ് ഈ ഒരു പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഇവിടെ ഒരു ആക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർ എൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ വീഡിയോ. സോ ആ ഒരു കാര്യം എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is me, Lance, signing off and bye for now.